ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് പിന്നെ ഈ രാജാവിന്റെ ചുറ്റുവട്ടത്തൊക്കെ നിൽക്കുന്നവർക്ക് രാജാവിന്റെ ആടയാഭരണങ്ങളോ അലങ്കാരങ്ങളോ ഒക്കെ കാണുമ്പോ ഒരു കൗതുകം തോന്നുമല്ലോ. അങ്ങനെ ചിലരൊക്കെ ചില മോഷണ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ രാജചിഹ്നങ്ങളുള്ള അത്തരം ആഭരണങ്ങൾ പുറത്തു കൊണ്ടുപോയി വിൽക്കാനോ ഉപയോഗിക്കാനോ ശ്രമിച്ചാ അവർ ഉറപ്പായും പിടിക്കപ്പെടും. പിടിയിലായാൽ സംശയം എന്ത്, തലവെട്ടിക്കളയും. ഈ വീട്ടിലെ രാജാക്കന്മാർക്ക് ഒരു വൃത്തിനല്ലേ ഉള്ളൂ, മാണിക്കുഞ്ഞ്. മാണിക്കുഞ്ഞിന് കൊടുക്കുന്നത് ആഭരണങ്ങൾ വെച്ച് തന്നെ പോരെ? ആഭരണങ്ങൾ വെച്ചോ? ഏതാഭരണങ്ങള്? ഞാൻ ഉറപ്പിച്ചടി മോളെ, മാണിക്കുഞ്ഞിന് പുറത്തേക്ക് പോകാനുള്ള വഴി കളരിക്കൽ കുടുംബത്തിലെ പൈതൃകമായ ആഭരണങ്ങളാ. നിർമ്മലേ, പണി പാളിയാ പിന്നെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. മാണിക്കുഞ്ഞു മണ്ടന, അയാളിതിൽ വീഴൂതേട്ടാ. നിർമ്മലയുടെ പ്രാർത്ഥന ദൈവം എന്നും തട്ടിക്കളയില്ല മോളെ. നിർമ്മലയുടെ സമയം തെളിഞ്ഞു. മാണിക്കുഞ്ഞിന് ഇനി കഷ്ടകാല. അമ്മ എന്തേലും കഴിച്ചോ? അല്ല, ഇതെന്താ നിങ്ങൾ രണ്ടാളും ഒന്നിച്ച് ഒരു സ്ഥലത്താണ് ജോലിക്ക് പോകുന്നേ? എന്റെ തങ്കേച്ചി, കൃഷ്ണയുടെ ഓഫീസിൽ ചെന്ന് പണിയെടുക്കാനുള്ള പഠിപ്പൊന്നും എനിക്കില്ല. ഞാൻ പണി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കൃഷ്ണയെ വിളിച്ചു നോക്കും. കൃഷ്ണ ഇറങ്ങാറായെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോരും, അത്രേ ഉള്ളൂ. ആഹാ, നിങ്ങൾ രണ്ടാളും വന്നോ? മോളെ കൃഷ്ണേ, കുറച്ചു നേരം മുമ്പ് വരെ ഇവിടെ തങ്കം ഭയങ്കര ബഹളമായിരുന്നു. എന്തുറ്റമ്മേ? വെറുതെ ഇരുന്ന് സംസാരിച്ച് തുടങ്ങിയതാ, പിന്നെ മരിക്കാറായി, അവിടെ നിന്ന് വിളി വന്നു എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു സമ്മതിപ്പിക്കാൻ ഞാൻ നോക്കിയിട്ട് പറ്റണ്ടേ? എന്താ അമ്മ ഇത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്താ? ഒന്നുമില്ല മോളെ, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ അരുതാത്ത ചിന്തകളൊക്കെ മനസ്സിൽ കയറി വരിക. ആ, പോവാണെങ്കി അങ്ങ് പോട്ടെ. ഇനിയിപ്പൊ എന്താ പേടിക്കാനുള്ളത്? നിനക്ക് നല്ലൊരു ജോലിയുമായി, കൊള്ളാവുന്ന ശമ്പളവുമായി. നിന്റെ കാര്യം നോക്കാൻ നിനക്ക് പ്രാപ്തിയായി കഴിഞ്ഞാ പിന്നെ അമ്മയുടെ ആവശ്യമൊന്നുമില്ല. ഒന്നും മിണ്ടാതിരുന്നേ. വേദനിപ്പിക്കാൻ ഒരു മടിയുമില്ല. പോട്ടെ, അമ്മയൊരു വയസ്സെത്തി. എന്തെങ്കിലും പറഞ്ഞതാന്ന് കരുതി അങ്ങ് വിട്. പിന്നെ അമ്മ നിന്നോടൊരാഗ്രഹം പറഞ്ഞിരുന്നില്ലേ, നിന്റെ ഓഫീസിലേക്ക് അമ്മയൊന്ന് കൊണ്ടുപോകണമെന്ന്? അസുഖമൊക്കെ മാറി വരട്ടെ എന്നിട്ട് കൊണ്ടുപോവാന്ന് നീ പറഞ്ഞു. പക്ഷേ അതിനായി കാക്കണ്ട. എനിക്കങ്ങോട്ട് വന്നേ പറ്റൂ. നാളെയെങ്കിൽ നാളെ. അങ്ങനെ ഒരു കാര്യം നടക്കാതെ പോയാല് അത് വല്ലാത്തൊരു വേദനയാവും.